അടുത്തതായി വേദിയിൽ കോഡ് ലെറ്റർ ഇ, വിഷയം ഫലസ്തീനും മനുഷ്യാവകാശവും. വേദിയിൽ കോഡ് ലെറ്റർ ഇ, ഫലസ്തീനും മനുഷ്യാവകാശവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, ഉസ്താദുമാർ, മറ്റു എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വർഷം 2023 നവംബർ മാസം മുഹമ്മദ് എന്ന കൊച്ചുബാലൻ ഫലസ്തീനിന്റെ യുദ്ധരണാങ്കളത്തിൽ ഉപ്പയും ഉമ്മയും മരണപ്പെട്ട് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ, വിഷമത്തിന്റെ, വിരഹത്തിന്റെ, വേദനയുടെ, വേർപാടിന്റെ ഒരവസ്ഥയിൽ നിലകൊണ്ട ആ ഒരു സന്ദർഭത്തിൽ അവൻ ചോദിക്കുകയാണ്, ഞങ്ങളെന്താ മനുഷ്യരല്ലയോ? ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടയോ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ടയോ? ഞങ്ങൾ ഈ ലോകത്തിൽ ജനിച്ചു വീണ മനുഷ്യരല്ലയോ എന്ന് ചോദിക്കപ്പെടുകയാണ് ആ ഒരു കുഞ്ഞു ബാലൻ. ആ ഒരു കുഞ്ഞു ബാലന്റെ ചോദ്യത്തിന്റെ മറുപടി നൽകേണ്ടത് ഈ ലോകത്തിലുള്ള മുഴുവൻ ജനതയുമാണ്. ഇത്രയും അന്താരാഷ്ട്രമായിട്ടുള്ള രാജ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ ഒരു തുള്ളി മറുപടി ഇതിന് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഖേദകരമാണ് സഹോദരങ്ങളെ. മൗനം പാലിക്കുകയാണ് അവർ. ബ്രിട്ടീഷുകാർ, അമേരിക്ക പോലത്തെ എത്ര എത്ര വലിയ രാജ്യങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗനത്തിൽ ഏർപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനിനെ പോലത്തെ ഒരു രാജ്യത്തെ രക്ഷിക്കേണ്ടത് നാം ആയിട്ടുള്ള ഓരോ ജനതയുടെയും കടമയാണെന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1897 അവിടെ ഒരു സർവേ നടത്തുകയുണ്ടായി. 95% അറബികളും വെറും 5% മാത്രം യഹൂദരുമാണ് ഫലസ്തീനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഫലസ്തീനിന്റെ ആതിഥേയത്വം കാരണത്താല് ഇസ്രായേലിനെ കയറ്റുകയും യഹൂദരെ അവിടേക്ക് കൊണ്ടുവരികയും ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ യഹൂദർക്കും അഭയം നൽകിയിരുന്ന ഫലസ്തീനിന് ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ പെണ്ണ്, ആണ്, വിദ്യാർത്ഥികൾ, കുട്ടികൾ എന്നൊന്നുമില്ലാതെ അവർ വധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, കെട്ടിടങ്ങൾ, പ്രസവ മുറികൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലവും വിടാതെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇസ്രായേൽ. ഇന്ന് ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ഈ കൂട്ടക്കുരുതിക്ക് നാം ഏവരും മറുപടി പറയേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ രാജ്യങ്ങളും പിൽക്കാലത്ത് അനുഭവിക്കപ്പെടണം, അനുഭവിക്കപ്പെട്ടേ പറ്റൂ. ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി നൽകണം ഇന്ന് ഞാനിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തേക്ക് ഒരു പറ്റം സമുദായം കടന്നു വരും, യഹൂദ സമുദായം. അവർ ബൈത്തുൽ മുഖദ്ദസിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടേയിരിക്കും. പലതവണ യുദ്ധം നടക്കും, പലതവണയായിട്ട് യുദ്ധം നീണ്ടു നിൽക്കും, പലതവണയും നമ്മൾ ജയിക്കും, പലതവണയും നമ്മൾ പരാജയപ്പെടും. എങ്കിലും അതിന്റെ അവസാനം ഉണ്ടാവുക ഇമാം മഹദി ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നതോട് കൂടിയിട്ട് ആ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാവുമെന്ന് അങ്ങ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഈ ഒരു യുദ്ധത്തിന്റെ അന്ത്യമുണ്ടാവുക. ഇന്ന് ഇസ്രായേല് വെറും ഫലസ്തീനിൽ മാത്രമല്ല, സിറിയ, ജോർദാൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ ഉപയോഗിക്കുന്നു, മറ്റു ഒരു കെട്ടിടങ്ങളും ബാക്കി വെക്കാതെ എല്ലാം തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യമാണ് സഹോദരങ്ങളെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധ കോലാഹലങ്ങളിൽ നിന്നും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ഓരോ പിഞ്ചു ബാലന്മാരുടെയും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എത്രയും പെട്ടെന്ന് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബാല്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വഅഖദ അവാനാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി വേദിയിൽ കോഡ് ലെറ്റർ